സങ്കീർത്തനക്കാരൻ പറയുകയാണ്, യഹോവേ, നീ എന്നെ മുമ്പും പിമ്പും അടച്ച് നിന്റെ കൈ എൻ്റെ മേൽ വെച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ മുമ്പോട്ടും പോകാൻ പാടില്ല, പുറകോട്ടും പോകാൻ പാടില്ല. അതൊരു വല്ലാത്ത അവസ്ഥയാണ്. ജോലി തീർന്നു, പുതിയ ജോലിക്ക് പോകാൻ പറ്റുന്നില്ല, കാരണം ദൈവത്തിൻ്റെ അനുവാദമില്ല. ബിസിനസ് പൊളിഞ്ഞു, വേറെ ബിസിനസ് തുടങ്ങാൻ ദൈവം അനുവദിക്കുന്നില്ല. പഠിത്തം സ്റ്റോപ്പായി, ഇനി എന്ത് ചെയ്യണമെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. മക്കളുടെ ഭാവി ദൈവം മിണ്ടുന്നില്ല. ലോകം പോകുന്ന വഴിക്ക് പോകാനും പറ്റുകയില്ല. ഇതിനെയാണ് മുമ്പും പിമ്പും അടയ്ക്കുക എന്ന് പറയുന്നത്. എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്? വേറെ ഒന്നിനുമല്ല, ഈ ലോകത്തിലെ ഏറ്റവും വിലയുള്ളൊരു സാധനം തരാനാണ്. ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങളെ കേൾപ്പിക്കാനാണ്. കദേശ് മരുവിനെ നടുക്കിയ ശബ്ദം, വനങ്ങളെ തോലിരിക്കുന്ന മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന, അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്ന ശബ്ദം നിങ്ങൾക്ക് തരാൻ വേണ്ടിയാണ്. കാട്ടുപോത്തിൻ്റെ കൊമ്പുകൾക്കിടയിൽ വിഷമിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. നന്മ ഏത് തിന്മ ഏതെന്ന് അറിയാൻ വയ്യാത്ത ആൾക്കാരുണ്ട്. യോനായുടെ പുസ്തകത്തിൽ പറയുന്ന പോലെ ഇടങ്കൈ ഏത് വലങ്കൈ ഏതെന്ന് തിരിച്ചറിയാത്ത ദശലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഉത്തരം കൊടുക്കാൻ നിങ്ങളുടെ മുമ്പും പുറകും അടച്ച് ദൈവം തൻ്റെ കൈ വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് താണിരിക്കുക. വെപ്രാളപ്പെടുന്നതിനേക്കാൾ നല്ലതാണ് പാട്ടോടെ സ്തോത്രത്തോടെ ഇരിക്കുക. കൈ വെച്ചിരിക്കുന്നവൻ അന്യനല്ല, നിങ്ങളുടെ സ്വന്തമാണ്, പിതാവാണ്, സ്നേഹിതനാണ്, ചേട്ടനാണ്.